ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, ധനവാനും ലാസറും അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുവാനിടയായി. ധനവാനായ മനുഷ്യൻ ആ കഷ്ടതയേൽക്കുന്ന ആ ഭാഗത്ത് ദുഃഖത്തിലോടുകൂടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസർ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യത്തിൽ ഒരു വലിയ പിളർപ്പുണ്ട് എന്ന് നാം ഇന്നലെ ഞാനതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ഇവിടെയുള്ളവർ അവിടെ പോകാൻ ഒക്കെയില്ല, അവിടെ പോയുള്ളവർ ഇവിടെ വരാൻ പാടില്ല. ലാസർ വിശ്രമിക്കുമ്പോൾ ആ ധനവാനായ മനുഷ്യൻ അവിടെ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്, തീച്ചുളയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആത്മാവിൽ ബലപ്പെട്ടവനായി വിശുദ്ധന്മാര് ബന്ധനസ്ഥരായി കിടന്ന ആ ഭാഗത്തേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. വിശുദ്ധന്മാരായവർ എങ്ങനെയാണ് ബന്ധനസ്ഥരായിരുന്നത്? എല്ലാവരും പാപം ചെയ്തു, അതിനാൽ സാത്താൻ അവൻ്റെ മേൽ അവകാശമുണ്ട്. ഒരു ഏലിയാവിനെ കൊണ്ടുപോകേണ്ടതിന് ദൈവത്തിന് തൻ്റെ അഗ്നിരഥങ്ങളെ അയക്കേണ്ടി വന്നു. മോശയുടെ ശരീരത്തെക്കുറിച്ചും നാം വായിക്കുമ്പോൾ സാത്താൻ വാദിച്ചു എന്ന് വായിക്കുന്നു. വിശുദ്ധന്മാരെല്ലാവരും യാഗം ചെയ്ത് നിയമം ചെയ്തിങ്ങനെ കാത്തിരിക്കുകയാണ്. അവരെല്ലാം ഭൂമിയുടെ അധോഭാഗങ്ങൾ വിശ്രമസ്ഥലത്താണ്. ആ വിശ്രമസ്ഥലത്ത് ആരെല്ലാമാണ്? മനസാക്ഷി അനുസരിച്ച് വിശുദ്ധരായി ജീവിച്ചവരും, ന്യായപ്രമാണം അനുസരിച്ച് വിശുദ്ധരായി ജീവിച്ചവരും, പ്രവാചകന്മാരും മറ്റുള്ളവരും പറയുന്നതിനനുസരിച്ച് വിശുദ്ധരായി ജീവിച്ചവരെല്ലാവരും വിശ്രമസ്ഥലത്താണ്. യോഹന്നാൻ സ്നാപകൻ പോലും ആ സ്ഥലത്താണ്. യേശുവിനോട് ക്രൂശിൽ കിടന്നതിൽ ഒരു കള്ളൻ പറഞ്ഞു, എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട്, നീ എന്നോടുകൂടെ ഇന്ന് പർദീസായിലായിരിക്കും. അപ്പോൾ അവനും മരിച്ചിട്ട് അവിടെ ചെന്നു ചേർന്നിരിക്കുകയാണ്. ആദാം അവിടെയുണ്ട്, അബ്രഹാം അവിടെയുണ്ട്, നോഹ, അങ്ങനെയുള്ള സകല വിശുദ്ധന്മാരും അവരുടെ പാപത്തിൻ്റെ വിലയായി ക്രൂശിന്മേൽ കർത്താവ് വില കെട്ടിവയ്ക്കുന്നവരെ കാത്തിരിക്കുകയാണ്. അവരതിനു മുൻപ് യാഗം നടത്തി അവരുടെ പാപം മറയ്ക്കപ്പെട്ടു. എന്നാൽ ആ പാപങ്ങളുടെ വില കർത്താവായ യേശു ക്രിസ്തുവാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് സാത്താനാണ് ഇതിൻ്റെ മേലെല്ലാം അധികാരമായി, ഈ അധോലോകത്തിന് മുഴുവൻ അധികാരിയായി ഇരിക്കുമ്പോൾ കർത്താവ് ആത്മാവിൽ ബലപ്പെട്ടു ചെന്ന് സ്ത്രീയുടെ സന്താനമായി വന്ന് സാത്താൻ്റെ തലയെ തകർക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം കൂടെ വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1:18, റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 18, വെളിപ്പാട് പുസ്തകം 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ വിചാരിക്കുന്നു അന്ന് സാത്താൻ വളരെ സന്തോഷമായി ഉല്ലാസഘോഷമായിരുന്ന സമയമായിരിക്കും. കാരണം വിടുതലിനു വേണ്ടി വരുന്നവരെ എല്ലാം അവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ അവൻ തന്നെയാണോ മശിഹ എന്നവൻ അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും കഴിയുന്നതെല്ലാം അവൻ ശ്രമിച്ചു. നീ തന്നെയാണോ. എന്നാൽ യേശു ക്രിസ്തു അതെല്ലാം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ തിരിച്ചറിഞ്ഞ യോഹന്നാൻ സ്നാപകന് പോലും സംശയമുണ്ടായി. അവൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുകയാണ്, നീയാണോ വരുവാനുള്ളവൻ? അപ്പോഴും കർത്താവ് അതിന് ശരിയായ മറുപടി പറയുന്നില്ല. രോഗികൾ സൗഖ്യമാകുന്നു, കുരുടർ കാണുന്നു, എളിയവരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞു. മരുഭമലയിൽ നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും വന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, തന്നോടുകൂടെ പോയ ശിഷ്യന്മാരോട്, ഞാൻ മരിച്ചവരിൽ ഉയർക്കുന്നത് വരെ ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങൾ രഹസ്യമായി നടത്തി തൻ്റെ ശരീരം കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിൽ ബലപ്പെട്ട് സാത്താൻ്റെ ആ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന ആ സാത്താൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സാത്താൻ ഞെട്ടുകയാണ്.
തൻ്റെ അന്ധകാര മുറിയിൽ പ്രകാശം വരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനാണ് സ്ത്രീയുടെ സന്തതി, നിന്റെ തലയെ തകർക്കാൻ വന്നിരിക്കുകയാണ്, മുട്ടുകുത്ത്. സാത്താനെ മുട്ടുകുത്തിച്ചു പറഞ്ഞു, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈ തരാൻ പറഞ്ഞു. ആ സാത്താൻ മുട്ടുകുത്തി യേശുവിൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലേൽപ്പിച്ചു. സാത്താൻ്റെ തലയെ അവൻ തകർക്കുവാനിടയായി. അവൻ്റെ ഹെഡ്ഷിപ്പിനെ കർത്താവ് തകർത്തു. അത് തകർത്ത ശേഷം വിശുദ്ധന്മാർ വിശ്രമിക്കുന്ന, വിശുദ്ധന്മാരെ ബദ്ധന്മാരായിട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് ഒരു ഘോഷണ, എല്ലാവർക്കും വേണ്ടി ഒരു പ്രഖ്യാപനം, വിശുദ്ധന്മാരെ, നിങ്ങളുടെ വില ഞാൻ കൊടുത്തിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. അങ്ങനെ സകലരെയും കർത്താവായ യേശു ക്രിസ്തു സ്വാതന്ത്ര്യപ്പെടുത്തി വീണ്ടും കല്ലറയുടെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ കല്ലറയുടെ അടുക്കൽ വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 1 മുതൽ 6 വരെ. Matthew 28:1-6. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ല് ഉരുട്ട് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുവിൻ. ഇനി അതോടുകൂടെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 17 വരെ ഇവിടെ വായിച്ചാട്ടപ്പോൾ ഒന്നിച്ച് വിവരിപ്പാൻ സഹായമാകുമല്ലോ. ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 11-17. യോഹന്ന 20 का 11 से 17 तक. യോഹന്നാൻ 20-ന്റെ 11 മുതൽ 17 വരെ ഇവിടെ വായിച്ചാട്ട്. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കിലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയയെ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിലും പുറത്തു നിൽക്കുന്ന അനേക സഹോദരന്മാരുണ്ട്. ഒരു പക്ഷേ അവർക്ക് ഈ വിവരങ്ങളെല്ലാം നല്ലവണ്ണം അറിഞ്ഞുകൂടായെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അല്പം വിവരിക്കട്ടെ. സംഭവം എന്താണ് നടന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരം കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിലും പ്രാണനിലും ബലം പ്രാപിച്ചവനായി അധോലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാത്താൻ്റെ തലയെ തകർത്ത ശേഷം, അവൻ്റെ ഹെഡ്ഷിപ്പിനെ തകർത്ത ശേഷം, അവനിൽ ഉണ്ടായിരുന്ന അധികാരത്തെ, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അതിനുശേഷം തടങ്കലിലായിരുന്ന വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞാൽ ആദാം മുതൽ ആ ഒടുവിലത്തെ ക്രൂശിൽ വെച്ച് കർത്താവിനെ സ്വീകരിച്ച ആ കള്ളൻ വരെ അവരുടെ ആത്മാക്കളെല്ലാം അവിടെ വിശ്രമിക്കുകയായിരുന്നു. അവരെല്ലാം വിടുവിച്ച് കർത്താവ് തൻ്റെ കല്ലറയിലേക്ക് വന്നു. കല്ലറയിലേക്ക് വരുമ്പോൾ റോമാസ് സിപ്പായിമാർ, അവരുടെ പട്ടാളം കല്ലറയെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കല്ല് അതിൻ്റെ മേൽ വെച്ചിട്ടുണ്ട്, അതിന് മുദ്രയും വെച്ചിട്ടുണ്ട്.
എന്നാൽ നമ്മുടെ കർത്താവ് ആത്മാവിൽ അതേ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ആ ശരീരത്തിലേക്ക് കർത്താവായ യേശുവിൻ്റെ ആത്മാവും പ്രാണനും പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് മനസ്സിലായി, എൻ്റെ സൃഷ്ടികർത്താവ് മടങ്ങി വന്നിരിക്കുന്നു. പെട്ടെന്ന് ഭൂമി കുലുക്കമുണ്ടായി. ആ മുഖത്ത് വച്ചിരുന്ന വലിയ കല്ല് തന്നെ ഉരുണ്ടുപോയി. ആ റോമ മുദ്ര തന്നെ തെറിച്ചുപോയി. പട്ടാളക്കാരെല്ലാം മയങ്ങി വീഴുവാനിടയായി. നമ്മുടെ കർത്താവ് ജയാളിയായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് ധൈര്യമായി ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് ഒരു പ്രധാന കാരണം, യെരുശലേമിൽ ഒരു കല്ലറ ഇന്നും തുറന്നു കിടപ്പുണ്ട്. അനേക മഹാന്മാർ, ഗുരുക്കന്മാർ, അവതാരങ്ങൾ, പ്രവാചകന്മാർ വന്നു. അവരെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തുവെങ്കിലും അവരെല്ലാം ഈ ഭൂമിയിൽ നിന്നുള്ളവരായിരുന്നത് കൊണ്ട് അവർ മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെ കല്ലറകൾ ഇന്നും മൂടി തന്നെ കിടക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന ആ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിന്മേൽ തൻ്റെ പ്രാണനെ അർപ്പിച്ചു. എങ്കിലും താൻ ദൈവമായിരുന്നത് കൊണ്ട് താൻ അധോലോകത്തിൽ ചെന്ന് അവരെയും വിടുവിച്ചു കൊണ്ടുവന്നു. അവൻ ഇന്ന് ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റവനായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ പാലായിൽ ചുറ്റുപാട് നിന്ന് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റവനായ യേശു ഇന്ന് ഈ രാത്രിയിൽ ആത്മാവിൽ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കല്ലറയിൽ കിടക്കുന്ന മരിച്ച ഒരാളിനെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പിന്നെയോ കല്ലറ പൊട്ടിച്ച് വെളിയിൽ വന്നവനായ നസ്രേനായ യേശുവിനെ കുറിച്ച്, ജീവിക്കുന്നവനായ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മറിയ മഗ്ദലിനി, അവർ അന്നുള്ള ശിഷ്യന്മാർ, അവർക്ക് ഈ കാര്യം ഇത്ര ഉറപ്പായിരുന്നില്ല. കാരണം കർത്താവ് ഈ കാര്യങ്ങൾ ഇത്ര തെളിച്ച് അവരോട് അന്ന് പറഞ്ഞിരുന്നില്ല. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം കർത്താവ് തെളിച്ചു പറഞ്ഞില്ല. കാരണം അത് രഹസ്യമായി ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് തന്നെ സംശയമുണ്ടായത്. അവർ ചിന്തിച്ചു, കർത്താവായ യേശു ക്രിസ്തു റോമാ ചക്രവർത്തിയിൽ നിന്ന് രാജ്യം ഏറ്റെടുത്തിട്ട് കർത്താവ് രാജ്യം സ്ഥാപിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഒരു മാതാവ് എന്ന് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ ഒരാൾ നിൻ്റെ ഇടത്തും ഒരാൾ നിൻ്റെ വലത്തും ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആകുമെന്നാണ് ചിന്തിച്ചെന്നാൽ യേശുവിനെ തൻ്റെ ശിഷ്യന്മാർ തന്നെ ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം സാത്താൻ ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം തന്നെ ഇങ്ങനെ കൊന്നുകളെ ക്രൂശിന്മേൽ തറയ്ക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഓടിപ്പോവാനിടയായത്. സാത്താനും ചിന്തിച്ചു, അവൻ്റേതായ ഒരു ശിഷ്യനാണ് ഇസ്കറിയോത്ത യൂദായെയും ഞാൻ മടക്കി കൊണ്ടുവന്നല്ലോ, അവനെ കൊണ്ടാണല്ലോ യേശുവിനെ ഒറ്റിക്കൊടുപ്പിച്ചത്, അവന് ശിഷ്യന്മാരുമെല്ലാം ഓടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ പ്രമുഖന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. സാത്താനു പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അവനോട് ചോദിച്ചാൽ അവൻ പറയും, നസ്രേനായ യേശുവിനെ ക്രൂശിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെന്താ തെറ്റായിക്കൊണ്ടത്? എൻ്റെ അധീനത്തിൽ കിടന്ന സകല വിശുദ്ധന്മാരും വിടുതൽ പ്രാപിച്ചു. അതുകൂടാതെ ഇന്നു മുതൽ ലോകത്തിലുള്ള ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താന് പറ്റിയ ഏറ്റവും വലിയ ഈ ഉൾട്ടാഗിന്തി, ഹിന്ദിയിൽ ഉൾട്ടാഗിന്തി എന്ന് പറയും, റോക്കറ്റൊക്കെ വിടുന്നതിന് മുൻപ് അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്, കൗണ്ട് ഡൗൺ എന്ന് പറയുന്നുണ്ട്. എന്നുപോലെ സാത്താൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗം അർപ്പിച്ചതിന് ശേഷം. അന്ന് മുതൽ സാത്താൻ്റെ ഓരോരോ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള അവൻ്റെ ഭരണത്തിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവനെ പിടിച്ചു കെട്ടി 1000 ആണ്ട് വാഴ്ചത്തേക്ക് ഇടാനുള്ള ദിവസങ്ങളും അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ സന്തോഷിക്കേണ്ടത്. സാത്താൻ സഭയെ തൻ്റെ കൈവശമാക്കുവാൻ പലവിധ ഉപദേശങ്ങൾ, പലവിധ ഭൗതിക കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നെങ്കിലും ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല.
സാത്താൻ എത്ര തന്ത്രം കാണിച്ചാലും വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഭൂകമ്പം വരുന്നുണ്ട്. വിശുദ്ധന്മാർ അസ്ഥിയോടെ ചേർന്ന് വിശുദ്ധന്മാർ ഒരു വലിയ സൈന്യമായി എഴുന്നേൽക്കുവാനുള്ള ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രത്യാശയുള്ളവനായിട്ടാണ് ഞാൻ നിങ്ങളോട് വചനം സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് മഗ്ദലന മറിയയ്ക്ക് ഓർമ്മ വന്നില്ല. എന്നാൽ അവൾ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ആ മൂന്നാം നാൾ കല്ലറയിൽ ചെന്നിട്ട് ധൂപം കാട്ടാം, അല്ലെങ്കിൽ അതിനുവേണ്ടി അവൾ ഒരുങ്ങി ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു. അവൾ ഇരുട്ടുള്ളപ്പോഴാണ് ചെന്നത്. അതിനുശേഷം നോക്കിയപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു. അവൾ ഓടിച്ചെന്ന് പത്രോസിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ പത്രോസും ഒന്ന് നോക്കിയപ്പോൾ കല്ലറ തുറന്നു കിടക്കുകയാണ്. എന്നാൽ പത്രോസും യോഹന്നാനും എല്ലാം മടങ്ങിപ്പോയി. മഗ്ദലനക്കാരി മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പുറമോട്ട് നോക്കിയപ്പോൾ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത് കണ്ടു, ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. തോട്ടക്കാരനാണെന്നിട്ട് അവനോട് പറയുകയാണ്, നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് താ, ഞാനത് കൊണ്ടുപോയിക്കൊള്ളാം. മറിയയുടെ സ്നേഹം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ആ മഗ്ദലന മറിയയോടൊന്ന് ചോദിക്കാം, മറിയേ, ഈ മരിച്ചവൻ്റെ ശരീരം മരിച്ചിട്ട് 3 നാളായി, ഇത് 4ാമത്തെ ദിവസം വരികയാണ്. ആ ശരീരം മുഴുവനും ചീഞ്ഞ് ഞാറുന്നതാണ്. ആ ചത്ത ശരീരം എടുത്തുകൊണ്ട് പോയാൽ നിനക്കെന്ത് കിട്ടും? നിന്നെ കാണുന്നവരെല്ലാം പ്രാന്തി എന്ന് പറയുകയല്ലേ. ആ ശരീരത്തിനോട് സംസാരിക്കാൻ കഴിയുകയില്ല. ആ ശരീരത്തിനോടൊന്നും കൂട്ടായ്മ തരാൻ കഴിയില്ല. വെറും നാറ്റമേ വരികയുള്ളൂ. എന്നാലും ആ മറിയ എന്ത് പറയും? ഞാൻ 7 ഭൂതത്താൽ ബാധിക്കപ്പെട്ടവളായി കിടന്നവളായിരുന്നു. എന്നോട് ദയ അവന് മാത്രമുണ്ടായി. എൻ്റെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു. ഞാൻ അവനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ചിന്തയോടുകൂടെയാണ് അവൾ പറയുന്നത്, നീ അവനെ എവിടെ വെച്ചിരിക്കുന്നു? ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഹല്ലേലൂയ! അത്രമാത്രം ഉറ്റ സ്നേഹമായിരുന്നു യേശുവിന് വേണ്ടി. ലോകരെന്ത് പറഞ്ഞാലും, നീ പ്രാന്തിയാണെന്ന് പറഞ്ഞാലും, ഈ ചത്ത ശരീരം യേശു ഉയർത്തെഴുന്നേറ്റ് അവൾ ചിന്തിച്ചിരുന്നില്ല. അവൾക്ക് ഓർമ്മ വന്നില്ല. കാരണം അത്ര വ്യക്തമായി യേശു നേരത്തെ പറഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ പറഞ്ഞത്, ആ ശരീരം എനിക്ക് തരിക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. യേശുവിനെ അതുപോലെ സ്നേഹിക്കുന്നവർ മാത്രമേ യേശുവിൻ്റെ വരവ് കാണുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. മറ്റുള്ളവരെ പേടിച്ച് ഇന്ന് അനേക ശിഷ്യന്മാരുണ്ട്, രഹസ്യ ശിഷ്യന്മാരാണ്. അവർ മറ്റുള്ളവർ മുമ്പിൽ കർത്താവിനെ സാക്ഷി പറയുവാൻ ഭാരപ്പെടുകയാണ്. എതിർപ്പുകളും പ്രയാസങ്ങളും. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഞങ്ങളുടെ അടുക്കൽ ഞങ്ങൾ പാർക്കുന്നിടത്ത് വന്നാൽ, മുസ്ലിങ്ങളിൽ നിന്ന് വന്ന സഹോദരന്മാർ, സിഖ് മതത്തിൽ നിന്ന് വന്ന സഹോദരന്മാർ, ആയിരമായിരമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് വന്ന സഹോദരന്മാർ, ആയിരങ്ങളായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെന്ത് വിലയാണ് കൊടുക്കുന്നത്, എത്രമാത്രം കഷ്ടങ്ങളാണ് സഹിക്കുന്നത്. എത്ര പേരുടെ വീട് നഷ്ടപ്പെടുന്നു, വീട് തീ വയ്ക്കപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, വീടുകളിൽ നിറക്കി വിടുന്നു. എങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നവരായി ഇന്ന് ധൈര്യത്തോടെ നിൽക്കുകയാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ ഞങ്ങളുടെ യോഗങ്ങൾ ഇതുപോലല്ല, 10,000-ങ്ങളാണ് കൂടുന്നത്. 1000-ങ്ങളല്ല, 10,000-ങ്ങളാണ്. ചെറിയൊരു യോഗമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് കണ്ടാൽ അറിയാം. അവരൊന്നും ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നവരല്ല. ഹിന്ദുക്കളിൽ നിന്നും, സിഖ് മതത്തിൽ നിന്നും, ബ്രാഹ്മണന്മാരിലും അതുപോലെ മുസ്ലിങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. കാരണം കർത്താവിൻ്റെ സ്നേഹം അവർക്ക് തിരിച്ചറിയുവാനിടയായി. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്നുള്ളതിനേക്കാൾ വളരെയധികം വിശുദ്ധന്മാരിന്ന് വടക്കേ ഇന്ത്യയിലുണ്ട്. കർത്താവിന് സ്തോത്രം. അത് കണ്ട് എൻ്റെ ഹൃദയം വളരെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ തന്നെ വരുന്നതിന് മുൻപ് ഡിസംബർ 29, 30, 31 ഡൽഹിയിൽ യോഗങ്ങൾ വെച്ചിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലം അറിയ എന്ന്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് വെച്ചത്. വന്ന ആളുകളെ ഇത്രമാത്രം ആൾക്കൂട്ടം വന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതലായി നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുണ്ടായി. രാത്രി മുഴുവൻ എത്രമാത്രം ആത്മാവിൽ ആരാധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കർത്താവിന് സ്തോത്രം. ഞാനിത് പറയാൻ കാരണം, പ്രിയമുള്ളവരെ, യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കേണ്ട സമയം ഇതാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ മറിയ യേശുവാണെന്ന് മനസ്സിലായപ്പോൾ ആദ്യം തോട്ടക്കാരനാണെന്ന് മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ കർത്താവ് മറിയേ എന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ അരുമനാഥനാകുന്ന കർത്താവല്ലാതെ ആരും ഈ സ്നേഹപ്പേരുകൊണ്ട് എന്നെ വിളിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ്
പലപ്പോഴും സ്നേഹപ്പേരുകൊണ്ട് നമ്മളെ വിളിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരെയും ആ ശബ്ദം കടന്നു ചെല്ലും. കർത്താവിന് സ്തോത്രം. മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ യേശു അല്ലാതെ ആരും എന്നെ ഇങ്ങനെ വിളിക്കുകയില്ല. ഉടനെ അവൾ പെട്ടെന്ന് ചെന്ന് യേശുവിൻ്റെ കാൽ ചുംബിക്കുവാനായി ആഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ശിഷ്യന്മാർ തനിയെ ഭയന്ന് മുറിയിലിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, എന്നെ വന്ന് തൊട്ട് നോക്കുവീൻ എന്ന് അവർ പറയാനിടയായി. മറിയോട് പറഞ്ഞു, തൊടരുത്. അതിന് കാരണം എന്താണ്? ആദാം മുതൽ ആ ക്രൂശിൽ വെച്ച് ഏറ്റുപറഞ്ഞ ആ കള്ളൻ വരെ അവരുടെ സകലരുടെയും ആത്മാവും പ്രാണനും യേശുവിനോടുകൂടെ സ്വർഗത്തിലെ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സകല വിശുദ്ധന്മാരും, മനസാക്ഷി അനുസരിച്ച് ജീവിച്ച വിശുദ്ധന്മാർ, പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് ജീവിച്ച വിശുദ്ധന്മാർ, അതുപോലെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച വിശുദ്ധന്മാർ, യാഗം ചെയ്ത് നിയമം ചെയ്ത സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളും, അതിലാരെല്ലാം ഉണ്ട്? ആദാമുണ്ട്, നോഹയുണ്ട്, അബ്രഹാമുണ്ട്, അതിൻ്റെ കൂടെ യോഹന്നാൻ സ്നാപകനുണ്ട്, ആ ക്രൂശിന്മേൽ യേശുവിനെ സ്വീകരിച്ചതായ ആ കള്ളനുമുണ്ട്. അവരെല്ലാവരും വലിയ കൂട്ടമായി യേശുവിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. യേശു അവരെല്ലാം കൊണ്ട് സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള പർദീസായിൽ അവരെ ആക്കിയിട്ട് വീണ്ടും കർത്താവ് മടങ്ങി വന്നു. അതുകൊണ്ടാണ് എഫേസ്യയിൽ നാം വായിക്കുന്നത്, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അവൻ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോയി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായി പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 4:12 എന്ന് വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 4:12, ആക്ട്സ് ചാപ്റ്റർ 4:12, അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ചിലർ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു വന്നിട്ട് 2000 വർഷമേ ആയുള്ളല്ലോ, അപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപേ ജീവിച്ചിരുന്നവരുടെ രക്ഷ എങ്ങനെയായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് വിവരിച്ചത്. ആദാം മുതൽ ആ ക്രൂശിൽ തൻ്റെ പ്രാണനെ വിട്ട കള്ളൻ്റെ ആത്മാവും പ്രാണനും ഈ അധോലോകത്തിൽ ബന്ധനത്തിലായിരുന്നു. കാരണം പാപത്തിൻ്റെ വില കെട്ടിവെച്ചിട്ടില്ലായിരുന്നു. ദൈവം നീതിമാനായാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആ നീതിമാനായ ദൈവത്തിൻ്റെ സിംഹാസനം നീതിമേലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് തൻ്റേതായ നിയമം മാറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പുത്രൻ വന്ന് എനിക്കും നിങ്ങൾക്കും സകലരുടെയും പാപം ചുമക്കുവാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആദാമിൻ്റെ പാപത്തെയും ചുമന്നതവനാണ്. പഴയ നിയമവിശുദ്ധന്മാരുടെ എല്ലാവരുടെയും പാപം ചുമന്നതവനാണ്. അവർ യാഗം ചെയ്ത് ഉടമ്പടി ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. യഥാർത്ഥ യാഗം ആണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റുകൊണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദാം മുതൽ കർത്താവായ യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വരെയുള്ള സകലരുടെയും ആത്മാവിനെ സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് യേശുക്രിസ്തു മാത്രമാണ്. അതിനുശേഷം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിലയേൽപ്പിച്ച ശേഷം ഇപ്പോഴും മരിക്കുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഒരൊറ്റ പേരേ ഉള്ളൂ, ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു എന്ന നാമം. ആകയാൽ എന്നെ കേൾക്കുന്ന പായിപ്പാട്
പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, റോഡിൽ നിന്ന് കേൾക്കുന്നവരെ, കടകളിലും ഹോട്ടലിലും അവിടെ ഇവിടെയായി നിന്ന് കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്ഷ പ്രാപിക്കുവാൻ രണ്ട് നാമമില്ല, ഒരു നാമം മാത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അതുകൂടാതെ 1 തിമോത്തിയോസ് 2:5-6 കൂടെ ഒന്ന് വായിച്ചാൽ, 1 തിമോത്തിയോസ് 2:5-6. 1 Timothy chapter 2 verse 5 and 6. 1 തിമോത്തിയോസ് 2:5-6 വായിച്ചാൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ശ്രദ്ധിക്കണേ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മാത്രം മധ്യസ്ഥൻ? മനുഷ്യനു വേണ്ടി വില കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, നല്ല ഉപദേശങ്ങൾ തന്നു, അതെല്ലാം നല്ലത് തന്നെ. പ്രിയ സഹോദര, സഹോദരി, പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അത് സകലർക്കും വേണ്ടി ജീവനെ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു മാത്രം. നിങ്ങൾ ആരെങ്കിലും മധ്യസ്ഥനിൽ കൂടെ ഞാൻ രക്ഷിക്കപ്പെടും, മധ്യസ്ഥനിൽ കൂടെ എൻ്റെ പാപം മോചിക്കപ്പെടും ചിന്തിച്ചാൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് വലിയ നഷ്ടമായി തീരും. നീ അലറി കരയേണ്ടി വരും. അയ്യോ, എനിക്കിങ്ങനെ ഭവിച്ചല്ലോ എന്ന് മാറത്ത് അടിച്ചുകൊണ്ട് നരകത്തിയിലേക്ക് പോകേണ്ടതായി വരും. ഒരു മധ്യസ്ഥനും നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഒരു മധ്യസ്ഥനും നിന്റെ പാപം ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ഒരു മധ്യസ്ഥൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം? പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആകയാൽ പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥൻ നിങ്ങളെ വിടുവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളുവീൻ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. സകലരുടെയും പാപം ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രം. ആ കർത്താവ് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെ ഒന്ന് വായിച്ചാൽ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെ ഒന്ന് വായിച്ചാൽ. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 18-20. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. And Jesus came and spake unto them, saying, all power is given unto me in heaven and in earth. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരവും യേശു ക്രിസ്തുവിൽ മാത്രം. ഇപ്പോൾ ശത്രുവിന് സാത്താൻ അല്പ അധികാരം ഭൂമിമേൽ കൊടുത്തിട്ടുണ്ട്. അതും തീരാനുള്ള സമയങ്ങൾ അടുത്തു വരികയാണ്. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണം, ദൈവത്തോട് ചേരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിനക്ക് സാധിക്കയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നിട്ട് 2000 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും അതിനു മുൻപേ ഉണ്ടായിരുന്നവരെയും
സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് യേശുക്രിസ്തു മാത്രം. അതിനുശേഷം ഇരിക്കുന്ന സകലരെയും. അതുകൊണ്ട് പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, സ്വർഗത്തിൽ പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നല്ലാതെ സാധിക്കയില്ല. ഒരു മധ്യസ്ഥനിലും കൂടെ സാധിക്കയില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നേ നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ. ഇപ്പോൾ നീ അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ ഒരു സമയം വരുന്നു. ഫിലിപ്പിയാലേഖനം 2:8 മുതൽ 11 വരെ ഒന്ന് വായിച്ചാൽ. ഫിലിപ്പിയാലേഖനം 2:8 മുതൽ 11 വരെ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8 to 11. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, കേൾക്കണമേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാവരും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവായി നീ സ്വീകരിക്കുന്നില്ല എങ്കിൽ, പ്രിയ സഹോദര, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ അന്ത്യന്യായവിധി നടക്കുമ്പോൾ, നിനക്കെതിരായി ഭൂമിയും ആകാശവും സാക്ഷി പറയുമ്പോൾ, നിനക്കെതിരായി നീ രഹസ്യമായി ചെയ്ത പാപങ്ങളെ, നീ താമസിച്ച മുറിയുടെ കല്ലും അതുപോലെ മരപ്പണിയും വന്ന് സാക്ഷി പറയുമ്പോൾ, നിന്റെ ഓർമ്മ ആ വീഡിയോയും തുറന്ന് അത് നിനക്ക് സാക്ഷി പറയുമ്പോൾ, നിനക്ക് മുട്ടുകുത്തി ഇത് പറയേണ്ടി വരും, യേശു ക്രിസ്തു മാത്രം ദൈവം. അന്ന് ഈ ശബ്ദവും നിനക്ക് ഓർമ്മ വരും, ഇതും നിന്റെ മുൻപിൽ വരും. അന്ന് നീ മാറത്തടിച്ച് പറയും, യേശു ക്രിസ്തു മാത്രം ദൈവം. എന്നാൽ യേശു ക്രിസ്തു മാത്രം ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിയിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ ഇന്ന് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, ഇന്ന് യേശു ദൈവമെന്ന് നീ ഏറ്റുപറഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അല്ല എങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ ജനിച്ച സകലരുടെയും മുഴങ്കാൽ മടങ്ങും. വലിയവരുടെയും ചെറിയവരുടെയും എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും. എല്ലാവരും പറയും, യേശു ക്രിസ്തു മാത്രം ദൈവം. എന്നാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. നെഞ്ചത്തടിച്ചുകൊണ്ട് നരകത്തിയിലേക്ക് പോകുകയുള്ളൂ. ആകയാൽ ഇന്ന് സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, കർത്താവിനെ രക്ഷിതാവായി നീ സ്വീകരിക്കുമെങ്കിൽ, യേശു കർത്താവിനെ നിന്റെ കർത്താവായി സ്വീകരിക്കുമെങ്കിൽ, പ്രിയ സഹോദര, നിന്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെടും. നിനക്കൊരു പുതിയ ജീവൻ നൽകപ്പെടും. നിനക്ക് സ്വർഗസ്ഥലങ്ങളിൽ പോകുവാൻ ദൈവം ഭാഗ്യം തരും. ആകയാൽ ഞാൻ സ്നേഹത്തോടും വളരെ കണ്ണുനീരോടും കൂടെ പറയട്ടെ, നിങ്ങളുടെ മതം മാറ്റാനല്ല, നിങ്ങളുടെ മിഷൻ മാറ്റാനല്ല, നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, യേശുവിൻ്റെ നാമം മാത്രം. ഒരേ ഒരു മാർഗം, യേശുവിൻ്റെ മാർഗം മാത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ, പല വഴികളില്ല, മധ്യസ്ഥന്മാരുടെ വഴിയില്ല, ഒരേ ഒരു വഴി, അത് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് പോയി സകല മനുഷ്യരെയും ശിഷ്യരാക്കുക. മതം മാറ്റാനല്ല, സകല മനുഷ്യരെയും ശിഷ്യരാക്കുക. അങ്ങനെ ശിഷ്യരായി തീരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് ഈ ഭൂമിയിൽ നിന്ന് അവർ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനിടയാകും. അതിൻ്റെ കൂടെ കർത്താവ് പറഞ്ഞു, സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, സ്നാനപ്പെടണം. ഈ സ്നാനപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു കർമ്മമാണോ? അതിനെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് അറിയാമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നുണ്ട് അല്പം അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെ ഒന്ന് വായിച്ചാൽ. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. 6-ാം വാക്യം കൂടെ വായിച്ചു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, സ്നാനമെന്ന് പറയുന്നത് ക്രിസ്തീയ മതത്തിലോട് ചേരാനല്ല. ഇന്ന് ക്രിസ്തീയ സഭകളിൽ ശിശുസ്നാനം കൊടുക്കുന്നുണ്ട്. ഞാനതിനെതിരല്ല. ഓരോരോ മതത്തിന് അതതിൻ്റെ നിയമങ്ങളുണ്ട്. ഹിന്ദുക്കളായ പ്രിയപ്പെട്ടവർക്ക് അവരുടെ നിയമങ്ങളുണ്ട്, മുസ്ലിങ്ങളായ പ്രിയപ്പെട്ടവർക്ക് അവരുടെ നിയമങ്ങളുണ്ട്, സിഖ് മതത്തിലുള്ള അവരുടെ നിയമങ്ങൾ. അതുപോലെ ക്രിസ്തീയ മതത്തിൽ ചേരേണ്ടതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ മാമോദീസ കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. ഓരോ മതത്തിന് അവരവരുടേതായുണ്ട്. എന്നാൽ ഇവിടെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവണമെങ്കിൽ അതിന് യേശുക്രിസ്തു സ്നാനമേറ്റതുപോലെ സ്നാനമേറ്റേ മതിയാകുകയുള്ളൂ. യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സമുദായത്തോട് ചേരാനല്ല. യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനപ്പെട്ടേ മതിയാവുള്ളൂ. എന്താണ് അതിൻ്റെ സ്നാനത്തിൻ്റെ അത്യാവശ്യം? എന്താണ്? സ്നാനപ്പെടുമ്പോൾ അല്ല പാപം ക്ഷമിക്കപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവേ, എൻ്റെ പാപം, ഞാൻ ഇന്ന പാപം ചെയ്തു, എൻ്റെ പാപം എല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു തൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു. എന്നാൽ ഈ പാപ ശരീരത്തിന്മേൽ സാത്താൻ ഒരവകാശമുണ്ട്. അതുകൊണ്ട് ആ സാത്താനുള്ള അവകാശം തീർക്കാൻ വേണ്ടിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ ആ പഴയ മനുഷ്യനെ അടക്കുന്നത്. ഈ സ്നാനമെന്ന് പറയുന്നത് ബാപ്റ്റിസോൾ, അടക്കൽ ശുശ്രൂഷയാണ്, മതം മാറ്റുന്നതല്ല. ഇത് കല്യാണം കഴിപ്പിക്കാനുള്ള കാര്യമല്ല, പള്ളിയിൽ ചേർക്കുന്ന കാര്യം. അതിന് മാമോദീസ മതി. എന്നാൽ യേശുവിനോട് ചേരണമെങ്കിൽ സാത്താനുമായിട്ടുള്ള അവകാശമുള്ള ശരീരം കുഴിച്ചിടപ്പെട്ടേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യർ 3:27-28 കൂടെ വായിച്ചാണ്. ഗലാത്യർ 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാത്തവർ ആരെയാ ധരിച്ചിരിക്കുന്നത്? 2, 1 വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ധരിച്ചിരിക്കുന്നു. 2 അന്ധകാരമാകുന്ന സാത്താൻ. അപ്പോൾ സ്നാനത്തോടെ സാത്താന്റെ അവകാശവാദമെല്ലാം തീർക്കുകയാണ്. റോമാലേഖനം 6:6 ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ. റോമാലേഖനം 6:6.
നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പ്രിയ സഹോദര, നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നിന്റെ പാപ ശരീരം സ്നാനത്താൽ നീക്കപ്പെട്ടേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് മർക്കോസ് 16:16 മുതൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് സ്നാനമെന്ന് പറയുന്നത് വേണമെങ്കിലാകാം എന്നുള്ള നിലയിൽ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നാനത്തിൽ വലിയ അർത്ഥമുണ്ട്. സാത്താനോട് പറയുകയാണ്, സാത്താനേ, എൻ്റെ ശരീരത്തിന്മേൽ നിനക്ക് അവകാശമുണ്ട്. ഞാൻ അവിടെ ഒരു സമർപ്പണം ചെയ്തതാണ്, അവിടെ ഞാൻ സമർപ്പിച്ചതാണ്, ഞാൻ ഇന്നടുത്ത് സമർപ്പിച്ചതാണ്, ഞാൻ ഇന്നത് തരാമെന്ന് പറഞ്ഞതാണ്. സാത്താനേ, ആ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം, ഞാൻ നേർച്ച നേർന്നതെല്ലാം ഇതാ വെള്ളത്തിൽ തീർന്നിരിക്കുന്നു. ഞാൻ കഴിച്ച നേർച്ചയെല്ലാം വെള്ളത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു. നിനക്ക് നേർച്ച നേർന്ന യോഹന്നാൻ ആ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഞാൻ പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് സാത്താനുമായിട്ടുള്ള കണക്ക് തീർക്കുന്ന പരിപാടിയാണ് സ്നാനം. അല്ല, സ്നാനം വെറുതെ വേറൊരു ഏതെങ്കിലും ഒരു വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതല്ല. നീ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ പുറമേയുള്ള മനുഷ്യനു വേണ്ടി നീ മരിച്ച അവസ്ഥയാണെങ്കിൽ, നീ തീർച്ചയായിട്ടും സ്നാനപ്പെട്ട് ആ പഴയ മനുഷ്യൻ്റെ സാത്താൻ്റെ മേലുള്ള അവകാശം മുഴുവനും തീർത്തേ മതിയാകൂ. അതുകൊണ്ടാണ് സുവിശേഷം കേട്ടേ ആ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് അന്ന് തന്നെ സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു. അതിനുശേഷം നാം വായിക്കുന്ന ഷണ്ണൻ വഴിയാത്രയിൽ പോകുകയാണ്. ഫിലിപ്പോസിൽ കൂടെ സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടപ്പോൾ വിശ്വസിച്ചു. അപ്പോൾ മനസ്സിലായി, സാത്താനുള്ള അവകാശം തീർത്തേ മതിയായുള്ളല്ലോ. ഉടനെ ഫിലിപ്പോസ് ഷണ്ണൻ പറയാണ്, ഇതാ വെള്ളം. തീർച്ചയായിട്ടും ആ തേരിനകത്ത് നല്ല താൻ മരുഭൂമിയിൽ കൂടെ യാത്രയാണ്, കുടിക്കാനുള്ള വെള്ളത്തിനുള്ള ക്രമീകരണം എല്ലാം ഉണ്ടായിരിക്കും. കുറച്ച് വെള്ളം തലയിൽ തളിക്കാമായിരുന്നു. അങ്ങനെയല്ല. ഫിലിപ്പോസ് ഷണ്ണൻ പറയാണ്, ഇതാ വെള്ളമുള്ള ഒരു സ്ഥലം, സ്നാനം വെക്കുന്ന എന്ത് തടസ്സം. ഉടനെ യാത്രയിൽ തന്നെ ആ കന്ദക്കാരാണിയുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന, അവരുടെ പണ്ടാര വിചാരനായിരുന്ന ആ ഷണ്ണൻ ഇതാ വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുന്നു. പൗലോസ് ജയിലിലായിരുന്നപ്പോൾ ജയിലധികാരി പൗലോസ് ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഭൂമികുലുക്കമുണ്ടായി, പ്രയാസമായി. അവൻ ഓടി വന്ന് പറഞ്ഞു, ഞാൻ എന്തു ചെയ്യണം? അവനോട് സുവിശേഷം പറഞ്ഞു. നമ്മൾ വായിക്കുന്നത് രാത്രിയിൽ അതേ മണിക്കൂറിൽ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്നതിന് മുൻപേ ആദ്യമായി രാത്രിയിൽ തന്നെ പോയി അവർ സ്നാനപ്പെട്ടു. കർത്താവിന് സ്തോത്രം. പിറ്റേ ദിവസം ആകട്ടെ എന്നല്ല, നിങ്ങൾക്ക് ഇത്ര പകൽ മുഴുവനും പട്ടിണി കിടന്നവരാണല്ലോ, നിങ്ങൾക്ക് ആഹാരം കഴിച്ചിട്ടാകട്ടെ എന്നല്ല. ജയിലർ പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മരിച്ചു പോയാൽ എവിടെ പോകും? അതുകൊണ്ട് ജയിലർ തന്നെ നിർബന്ധിച്ചു, രാത്രിയിൽ തന്നെ പോയി സ്നാനപ്പെട്ടു. രക്ഷിക്കപ്പെടാത്തവരെ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വാസ്തവമായി ഞാൻ പലരെ രാത്രിയിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മലബാറിൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കത്തോലിക്ക പള്ളിയുടെ ഒരു പ്രധാനിയായ ആൾ അന്ന് രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രിയിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി സ്നാനപ്പെട്ടേക്കുള്ളൂ. ഞാൻ പറഞ്ഞു, സഹോദര, രാത്രിയാണല്ലോ. ഇല്ല, എനിക്ക് വലിയ ജനറേറ്ററൊക്കെ ഉണ്ട്, ഫ്ലഡ് ലൈറ്റ് ഇട്ടിട്ട്. അല്ല, ഞാൻ പറഞ്ഞു, രഹസ്യമായിട്ട് സ്നാനപ്പെടാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല, രഹസ്യമായിട്ട് വേണ്ട, ഇന്ന് രാത്രി 1 മണി 1-2 മണിക്ക് ചെയ്താൽ മതി. അവിടെ ഒരു നദിയിൽ ജനറേറ്റർ കൊണ്ടുവന്ന് ഫ്ലഡ് ലൈറ്റ് എല്ലാം ഇട്ട് എല്ലാവരെയും അറിയിച്ചു. പറഞ്ഞു, ഇനി എന്നെ സ്നാനപ്പെടുത്താമോ എന്ന് ചോദിച്ചു. രാത്രിയിൽ ആ സഹോദരനെ സ്നാനപ്പെടുവാനിടയാക്കി. കർത്താവിന് കുറഞ്ഞത് ഒരു 100-400 പേരെങ്കിലും ആ നദിയുടെ കരയ്ക്കുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. അനേകരെ സ്നാനപ്പെടുത്തുവാൻ ചൈനയിൽ, നേപ്പാളിൽ, അനേക രാജ്യങ്ങളിൽ അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എന്താണ് സ്നാനത്തിൻ്റെ അത്യാവശ്യം?
പലരും പറയും ഈ സ്നാനം ഇത്ര വലുതാണെങ്കിൽ ഈ വലിയ തിരുമേനിമാരെന്തുകൊണ്ടാണ് സ്നാനപ്പെടാത്തത്? ഞാൻ ഏറ്റവും വലിയ തിരുമേനിയെ കാണിച്ചു തരാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ വായിച്ചാട്ട്. ഏറ്റവും വലിയ തിരുമേനി, ഈ ഭൂമിയിൽ വന്ന ഏറ്റവും വലിയ തിരുമേനി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കേട്ടാട്ടെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് സ്നാനപ്പെടുത്തുവാനായി അയക്കപ്പെട്ട യോഹന്നാൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ തിരിച്ചറിഞ്ഞു. നിന്നാൽ സ്നാനപ്പെടുവാൻ എനിക്ക് ആവശ്യം, നിന്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ല എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമ്മൾക്ക് ഉചിതം എന്ന് പറഞ്ഞു. അങ്ങനെ നാം കാണുന്നത് യേശു ക്രിസ്തു യോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു യോർദാൻ നദിയിലെ വെള്ളം വിറച്ചു കാണും. ആരാണ് യോർദാൻ നദിയിൽ ഇറങ്ങുന്നത്? യോർദാൻ നദിക്ക് ഒഴുകുവാനായി പാതി ഒരുക്കിക്കൊടുത്ത ദൈവാദി ദൈവം മനുഷ്യനായി തന്നെ ആ യോഹന്നാൻ്റെ കൈക്കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സൃഷ്ടിതാവ് സൃഷ്ടിയുടെ കയ്യിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ അങ്ങനെ വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റു. യേശു പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിൻമഗമിക്കും. ഇന്ന് അനേകര് മിഷൻ്റെ ആടുകളാണ്, സമുദായത്തിൻ്റെ ആടുകളാണ്, സംഘടനയുടെ ആടുകളാണ്. അതിന് അങ്ങനെയുള്ളവർക്ക് സംഘടനയുടെ നിയമം പാലിച്ചാൽ മതി. എന്നാൽ യേശുവിൻ്റെ ആടായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വെള്ളത്തിലിറങ്ങി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റേ മതിയാകും. അല്ലാതെ യാതൊരു കുറുക്കു വഴിയുമില്ല. യേശു സ്നാനമേറ്റ യോർദാൻ അക്കരെ നിന്നതിനെ വിളിക്കുകയാണ്, മകനേ മകളെ, എന്നെ പിൻപറ്റണമെങ്കിൽ നിന്റെ പാപമേറ്റു പറഞ്ഞ് വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് നിന്റെ പഴയ മനുഷ്യനെ അടക്കം ചെയ്യുക, പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കത്തോലിക്ക അച്ഛനെ ഫാദർ 10, 18, 19 വർഷമുള്ള പല അച്ഛന്മാരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരു കത്തോലിക്ക അച്ഛനെ സ്നാനപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ എനിക്കെതിരായി വഴക്കുണ്ടാക്കാൻ വന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബീഹാറിൽ വെച്ചാണ്. ഫാദർ കിസ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ട്. 19 വർഷം ഫാദറായിരുന്ന അദ്ദേഹമായിരുന്നു. അവരുടെയുള്ള ചില വിശ്വാസികൾ അവരുടെ കൂട്ടത്തിലുള്ള പലരെ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ എന്നോട് എതിർക്കാൻ ഉപദ്രവിക്കാൻ വന്നതാണ്. എന്നാൽ രഹസ്യമായിട്ടിരുന്ന് വചനം കേട്ട് രഹസ്യം ഒളിച്ചിരിക്കുകയായിരുന്നു. വചനം കേട്ട് പുരയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കരയാൻ തുടങ്ങി. ഒടുവിൽ എന്നെ വിളിപ്പിച്ചു. ആ അച്ഛൻ മുട്ടുകുത്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു സ്നാനപ്പെടണം, പിന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു സ്നാനപ്പെടണം. ഉടനെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാനായി തുടങ്ങിയപ്പോൾ അദ്ദേഹം കണ്ണുനീരോടെ വെള്ളത്തിലിറങ്ങി. ഞാൻ സ്നാനപ്പെടുത്തി അദ്ദേഹത്തെ എഴുതിയപ്പോൾ പറയുകയാണ്, എന്ത് സന്തോഷമാണ് എനിക്ക് ലഭിച്ചത്. ഇന്നും അദ്ദേഹം ജീവനോടെയുണ്ട്. അദ്ദേഹം ബീഹാറിലെയും നേപ്പാളിലെയും വേലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നു. കിസ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ജോൺ കിസ്കോ. അതുകൂടാതെ ഞാൻ CSIയിലെ ഒരു അച്ഛനെ സ്നാനപ്പെടുത്തി.
പഞ്ചാബിൽ അതിന് CNA എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 72 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുപ്പായം കൊണ്ട് കൂടെ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്തിനാ, ഈ കുപ്പായം മുങ്ങട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ മുക്കി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൈജാമായും അതെല്ലാം ഇട്ടിട്ട് മുൻപോട്ട് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുൻപിൽ മുട്ടുകുത്തി. 72 വയസ്സുണ്ട്. അന്ന് എനിക്ക് എൻ്റെ വയസ്സ് ഇത്രയും ഇല്ല, എനിക്ക് 40-42 വയസ്സേ ഉള്ളൂ. അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഏതെല്ലാം ഇടവകയിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്, ആ ഇടവകയിൽ അദ്ദേഹം പെൻഷനായിരുന്നു, അവിടെ എല്ലാം പോയി ശിശുസ്നാനം തെറ്റാണ്, യേശുവിനോട് ചേരണമെങ്കിൽ മുതിർന്ന സ്നാനം എടുത്തേ മതിയാകുള്ളൂ എന്ന് എല്ലായിടത്തും പറയുവാൻ പോവുകയാണ്. അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തലയിൽ കൈവച്ചു. അദ്ദേഹത്തിൻ്റെ താടി ഉണ്ടായിരുന്നു, അല്പം വെളുത്ത് കറുത്തും അങ്ങനെ നിലയിലായിരുന്നു. 72 വയസ്സുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഓരോ പള്ളികളിൽ പോയി സാക്ഷി പറയുവാൻ തുടങ്ങി. പലരെ യഥാർത്ഥമായിരിച്ചു. ഒടുവിൽ ശ്രദ്ധിച്ചു കേൾക്കണം, പഞ്ചാബിൽ കപൂർത്തല എന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ 6 വർഷം അച്ഛനായിരുന്നതാണ്. അവിടെ ചെന്ന് വചനം പറയാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച ഭയങ്കര ബഹളമായി. അവരുടെ പള്ളിയിൽ വെച്ചാണ്. അവരിൽ കുറച്ച് യൗവനക്കാർ കൂടി അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അടിച്ച് താഴെയിട്ട ശേഷം ഒരു ട്രാക്ടറയിൽ അദ്ദേഹത്തെ കെട്ടി, ഒരു കയറിട്ട് കെട്ടിയിട്ട് കെട്ടി വലിച്ചോണ്ട് പോയി. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ അവൻ്റെ ശരീരം മുഴുവനും നിലത്തുകൂടി ഉരച്ച് തൊലി മുഴുവനും പോയി. ഒടുവിൽ കപൂർത്തല പട്ടണത്തിൻ്റെ വെടിയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ അദ്ദേഹം, എനിക്ക് ദാഹിക്കുന്നു, പാനി എന്നൽപ്പം പറഞ്ഞപ്പോൾ 2 ക്രിസ്തീയ യുവാക്കൾ ഇടത്തും വലത്തും നിന്നുകൊണ്ട് ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ വായിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തു. ആ മൂത്രം കുടിച്ചുകൊണ്ടാണ് ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ മരണമടഞ്ഞത്. മൂത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രാണൻ പോകുവാനിടയായി. പിന്നെ അവരവനെ കൊണ്ട് കുഴിച്ചിട്ടു. 5-ാമത്തെ ദിവസം ഞാൻ ഈ വിവരം അറിഞ്ഞു. ഞാൻ ആ പ്രദേശത്ത് ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ പറഞ്ഞു, വെളിയിലാക്കരുത്. അപ്പോൾ അവൻ്റെ വായിൽ മൂത്രമൊഴിച്ച യുവാവിനെയും കൂട്ടിക്കൊണ്ടുവന്നു. കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാനാണ് അവൻ്റെ വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തത്. ആരാണ്? ഒരച്ഛൻ. ഇത് കഥയല്ല, സംഭവമാണ്. അവരെല്ലാം പറഞ്ഞു, ഇത് വെളിയിൽ പറഞ്ഞാൽ വലിയ കേസാകും. അതുകൊണ്ട് അവർ പഞ്ചായത്തിൻ്റെ ആളുകളെല്ലാം കൂടി അതിനെ അമക്കി വയ്ക്കാനിടയായി. ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ആ പ്രിയ അച്ഛൻ, 72 വയസ്സുള്ളവൻ, CSI പള്ളിയിലെ വലിയ അച്ഛനായിരുന്നവർ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. ആ പ്രിയപ്പെട്ടവനെ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. അവരിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്നാനം നിങ്ങൾക്ക് ആർക്കും കളിക്കാനുള്ളതല്ല, വാദിക്കാനുള്ളതല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ, യേശുവിനോട് ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ശേഷം, വിശ്വസിച്ച ശേഷം, പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനമേറ്റേ മതിയാകുള്ളൂ. എത്ര വലിയ തിരുമേനിയാണെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനേക്കാൾ വലിയ തിരുമേനിമാരാരുമില്ല. യേശുവിനേക്കാൾ വലിയ തിരുമേനി ആരുമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റേ മതിയാകുള്ളൂ. ചൈനയിൽ ഞാൻ സ്നാനപ്പെടുത്തിയതിന് ശേഷം എത്ര പേര് തടവിലായി, ഇന്നും പലരും തടവിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ചൈനയിൽ അനേക സഭകളെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സ്നാനമേറ്റ ശേഷം അനേകർ ഇന്നും തടവിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. സ്നാനപ്പെട്ട നിമിത്തം എത്ര പേര് തടവിൽ കിടക്കുന്നു, എത്ര പേര് ഉപദ്രവങ്ങൾ സഹിക്കുന്നു. ആകയാൽ പാലായിലുള്ള ദൈവജനമേ, നിങ്ങൾ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് യേശുവിനെ ധരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി
സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി തീരട്ടെ. പ്രിയ സഹോദര, സഹോദരി, നീ ഇന്നുവരെയും സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി സ്നാനപ്പെടുവാനായി തീരുമാനിക്കുക. എന്തിനു വേണ്ടി? മതം മാറ്റാനല്ല, എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടണം, എനിക്ക് ക്രിസ്തുവിനെ ധരിക്കണം. ഇത് മതം മാറ്റാനല്ല. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.